മന്ത്രിസഭാ രൂപീകരണം കെ.സി. വേണുഗോപാലുമായി ആലോചിച്ച് മാത്രമെന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തെരഞ്ഞെടുപ്പിൽ കെ.സി. കൂടെ നിന്നു. സ്തുതിപാഠകർ വേണ്ടതും എംഎൽഎമാർക്ക് എപ്പോൾ വേണമെങ്കിലും തന്നെ വിളിക്കാമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. 2001 സർക്കാരിന്റെ കാലത്ത് സംഭവിച്ച അബദ്ധം ഇനി ഉണ്ടാവരുതെന്നും ഘടകകക്ഷികളെ ചേർത്തു പിടിക്കണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ദീപക് ദർപണം ചെയ്തു. ഡി ഈ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വലിയ ക്ലെയിം അവകാശവാദം മുഖ്യമന്ത്രി എന്ന പോസ്റ്റിനെ ചൊല്ലിയായിരുന്നു. അത് വി.ഡി. സതീശന് അനുകൂലമായി വന്നിരിക്കുന്നു. ഇനി ബാക്കിയുള്ള ക്യാബിനറ്റ് പദവികളിലെല്ലാം ഒരു വിട്ടുവീഴ്ചയ്ക്ക് പറഞ്ഞതുപോലെ വി.ഡി. തയ്യാറാകുന്നു എന്നുള്ളത് കൂടിയല്ലേ ഈ പറയുന്ന പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭാ കക്ഷി യോഗത്തിൽ വികാരപരമായാണ് വി.ഡി. സതീശൻ സംസാരിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒറ്റക്കെട്ടായി ഒരു ടീം UDFനാണ് ഇത്രയും വലിയ മാൻഡേറ്റ് ജനങ്ങൾ നൽകിയത്. അതായത് ടീം കോൺഗ്രസ് യുണൈറ്റഡായി നിന്നില്ലെങ്കിൽ ഇതെല്ലാം ഇല്ലാതായി പോകും. 2001 വലിയ വിജയത്തിന് ശേഷം കോൺഗ്രസിന് സംഭവിച്ചതിനെക്കുറിച്ചാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത്. വളരെ കൃത്യമായി തന്നെ അതിൽ ഒരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. ഒറ്റക്കെട്ടായി നിന്നു മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ, ഒറ്റയ്ക്കൊരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, യോഗത്തിൽ കെ.സിയെ പുകഴ്ത്തി എന്നുള്ളതാണ്. കെ.സി തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിന്നു, ഈ വലിയ വിജയത്തിന് പുറകിൽ കെ.സി ഉണ്ട് എന്ന് പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിസഭാ രൂപീകരണം പൂർണ്ണമായും കെ.സിയുടെ നിയന്ത്രണത്തിലായിരിക്കും എന്നൊരു സൂചനയാണ് യോഗത്തിൽ നൽകിയത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മന്ത്രിസഭാ രൂപീകരണം പൂർണ്ണമായും കെ.സിയുമായി ആലോചിച്ച് കെ.സിയുടെ നേതൃത്വത്തിലായിരിക്കും അത് നടത്തുക എന്ന് പറയുന്നു. അതിനായി കെ.സി കേരളത്തിലേക്ക് എത്തും, അദ്ദേഹം എത്താമെന്ന് സമ്മതിച്ചു എന്നുകൂടിയാണ് യോഗത്തിൽ വി.ഡി. സതീശൻ പറയുന്നത്. അതായത് സണ്ണി ജോസഫ് സംസാരിച്ചു, ദീപാദാസ് മുൻഷി സംസാരിച്ചു, അതിനുശേഷം ആണ് മുഗൾവാസിനി കൂടി സംസാരിച്ചതിന് ശേഷമാണ് വി.ഡി. സതീശൻ സംസാരിക്കുന്നത്. ആ വി.ഡി. സതീശന്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഭാഗം മന്ത്രിസഭാ രൂപീകരണമാണല്ലോ. ഇനി ആ മന്ത്രിസഭാ രൂപീകരണത്തിൽ കെ.സി ആയിരിക്കും നിർണായക തീരുമാനമെടുക്കുന്നത് എന്ന് അദ്ദേഹം കൃത്യമായി ഈ MLA-മാർക്ക് മുൻപിൽ വ്യക്തമാക്കുകയാണ്. പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചർച്ച, ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കുമോ, രമേശ് ചെന്നിത്തല ഏറ്റെടുക്കുമോ എന്നുള്ള ചർച്ച, ഇതൊക്കെ കോൺഗ്രസിനകത്ത് നേതൃതലത്തിൽ വലിയ ചർച്ചയായി നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു സ്റ്റേറ്റ്മെന്റാണ് MLA-മാർക്ക് മുൻപിൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയത്. മന്ത്രിസഭാ രൂപീകരണം കെ.സി. വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ആയിരിക്കും നടക്കുക എന്നുള്ളത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് തമ്മിൽ തല്ലിന്റെ കാര്യം കഴിഞ്ഞു എന്നുള്ളതും പുതിയ MLA-മാരോട് അദ്ദേഹം പറയുന്നു, നാളെ മുതൽ തന്നെ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം ആരംഭിക്കണം, അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനം നാളെ മുതൽ തുടങ്ങണമെന്ന് പറയുന്നു. രണ്ടുപേർ യോഗത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് അധ്യക്ഷനായ സണ്ണി ജോസഫ് ആദ്യം പറയുകയായിരുന്നു. അതൊന്ന് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോയി, പക്ഷെ അദ്ദേഹം കത്ത് സണ്ണി ജോസഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് രണ്ടുപേർ യോഗത്തിൽ പറഞ്ഞു. ദീപാദാസ് മുൻഷിയും പറഞ്ഞു, സണ്ണി ജോസഫും പറഞ്ഞു. മറ്റൊന്ന് ദീപക് ജോയ്, അദ്ദേഹം ആശുപത്രിയിലാണ്, ആശുപത്രിയിൽ ചികിത്സയിലാണ് എറണാകുളത്ത്, അദ്ദേഹത്തിന് എത്താൻ പറ്റിയിട്ടില്ല. അദ്ദേഹവും വി.ഡി. സതീശനെ പിന്തുണച്ചുള്ള കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. വി.ഡി. പ്രസംഗം തുടങ്ങിയത് തന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയെ, പ്രസിഡന്റിനെ, അതുപോലെ രാഹുൽ ഗാന്ധിയെ ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഘടകകക്ഷികളെ ചേർത്ത് പിടിക്കണം, ടീം UDF ടീം കോൺഗ്രസ് ആയി മുന്നോട്ട് പോകണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ പറഞ്ഞതുപോലെ ടീം UDF ആയി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും ഈ തമ്മിലടികൾ അവസാനിച്ചു എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഒരു വശത്ത് രമേശ് ചെന്നിത്തലയുടെ അതൃപ്തി അത് പരസ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, കെ.സി. പക്ഷത്തു നിന്നുള്ള MLA-മാർ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ പ്രതികരണങ്ങൾ കൂടി വന്നിട്ടുണ്ടല്ലോ. അമൃത, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് യോഗത്തിൽ സണ്ണി ജോസഫ് പറയുന്നത് രമേശ് ചെന്നിത്തല യോഗത്തിലില്ല, അദ്ദേഹം ഗുരുവായൂരിൽ ദർശനത്തിന് വേണ്ടി പോയി. നാളെ 1-ാം തീയതിയാണോ ഗുരുവായൂർ ദർശനത്തിന് പോയി. എന്നാൽ അതേ യോഗത്തിൽ ഗുരുവായൂരിലേക്ക് പോകേണ്ട കെ മുരളീധരൻ ഉണ്ട് എന്നുള്ളതാണ്. കെ മുരളീധരനും 1-ാം തീയതി ഗുരുവായൂരിൽ ദർശനം നടത്തുന്നതാണ്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് പറഞ്ഞതുമാണ്, ഞാൻ ഗുരുവായൂരിലേക്ക് പോകും, 7:30 ട്രെയിനിന് പോകുമെന്ന്. അപ്പോൾ ഗുരുവായൂരിലേക്ക് പോകാൻ വേണ്ടിയല്ല യോഗത്തിൽ നിന്നും ചെന്നിത്തല വിട്ടു നിന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമൃത ചോദിച്ചതുപോലെ ഈ യുണൈറ്റഡായി ഒരു ടീം കോൺഗ്രസ് എന്നുള്ള നിലയിൽ ഇതിനെ കൊണ്ടുപോവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ മുഖ്യമന്ത്രിക്കൊപ്പം മുഴുവൻ മന്ത്രിമാരും കോൺഗ്രസിൻ്റെത് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ബ്യൂട്ടി. പക്ഷേ എന്നാൽ അത് സാധ്യമാകുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മറ്റു ഘടകകക്ഷി MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്ത് കോൺഗ്രസിൻ്റെ MLA-മാരുടെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ പിന്നീടേക്ക് മാറ്റിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ്. ഏതായാലും കെ.സി. വേണുഗോപാലാണ് ഈ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് തുറന്ന് ഈ കോൺഗ്രസ് പാർട്ടി MLA-മാരുടെ യോഗത്തിൽ, പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വി.ഡി. സതീശൻ അത് തുറന്നടിക്കുമ്പോൾ അതിന് വലിയ മാനമുണ്ട് എന്നുള്ളതാണ് വസ്തുത. സുഹൈൽ, അമൃത.
ഡിഡി ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഒരു ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ എന്ന മുഖ്യമന്ത്രിക്ക് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ പ്ലേയിങ് ലെവലിൽ മികച്ചതായിരിക്കണം. ഈ പറഞ്ഞതുപോലെ മന്ത്രിമാരെല്ലാം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നല്ലൊരു സർക്കാരിനെ രൂപപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞതുപോലെ കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ KC പക്ഷത്തേക്കോ അതുപോലെ തന്നെ RC പക്ഷത്തേക്ക് വീതം വെപ്പ് നടന്നു കഴിഞ്ഞാൽ ഒരു തമ്മിലടിയില്ലാതെ എത്രത്തോളം സുഖമായി മുന്നോട്ട് കൊണ്ടുപോകാനാകുന്ന പ്രതീക്ഷയാണ് VD സതീശനുള്ളത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന ക്യാബിനറ്റ് റാങ്കുകൾ വിട്ടുവീഴ്ചയ്ക്ക് VD സംബന്ധിച്ചിടത്തോളം തയ്യാറായേ മതിയാകുള്ളൂ. ഡിഡി, ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ യോഗത്തിൽ ഏതാണ്ട് ഒരു 14 മിനിറ്റാണ് VD സതീശൻ സംസാരിച്ചത്. അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ഒരു ടീം കോൺഗ്രസ് ആയി പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എന്നാൽ 3 പേർ മുഖ്യമന്ത്രി പദത്തിലേക്ക് വലിയ ടഫ് ഫൈറ്റ് വയ്ക്കുന്നു. അതിൽ MLA-മാരിൽ ഭൂരിപക്ഷം കിട്ടുന്നത് KC വേണുഗോപാലിന്. പക്ഷേ എന്നാൽ മാത്രവുമല്ല, ഇന്ന് ദീപാദാസ് മുൻഷി പ്രസംഗിക്കുമ്പോൾ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഒരു കാര്യം പറഞ്ഞു. MLA-മാരുടെ ഭൂരിപക്ഷമല്ല ഹൈക്കമാൻഡ് പരിഗണിച്ചത്, മറ്റു വിവിധ ഘടകങ്ങൾ, അതുപോലെ ഇതൊരു കൊയിലേഷൻ സർക്കാരാണ്, അതുകൊണ്ട് തന്നെ ഘടകകക്ഷികളുടെ അഭിപ്രായം മാനിച്ചു. അങ്ങനെ വിവിധ ഘടകങ്ങൾ കണക്കിലെടുത്താണ് ഹൈക്കമാൻഡ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്ന് ദീപാദാസ് മുൻഷി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലാണ് ദീപാദാസ് മുൻഷിയുടെയും സണ്ണി ജോസഫിൻ്റെയൊക്കെ പ്രസംഗം കഴിഞ്ഞ ഒടുവിലാണ് VD സതീശൻ സംസാരിക്കുന്നത്. VD സതീശൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇമോഷണലായി എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യം. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീരണം, ഒറ്റക്കെട്ടായി കോൺഗ്രസ് മുന്നോട്ട് പോകണം, ഒറ്റയ്ക്ക് എനിക്കും ആർക്കും ഒന്നും ചെയ്യാനാകില്ല, പാതിരാത്രിയിലാണെങ്കിലും ഏറ്റവും ജൂനിയറായ MLA-ക്കും എൻ്റെ അടുത്തേക്ക് വരാം, എന്നെ വിളിക്കാം, ഞാൻ ഒപ്പമുണ്ടാകും എന്നുള്ള ഒരു സന്ദേശമാണ് VD സതീശൻ നൽകുന്നത്. പക്ഷേ നമ്മളൊരു ഈ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം പരിശോധിച്ചാൽ VS മുഖ്യമന്ത്രിയായി പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ച് ആഭ്യന്തര വകുപ്പ് ഇല്ലാത്ത ഒരു VS-നെ നമ്മൾ ഇടതുമുന്നണിയിൽ കണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി UDF-ൻ്റെ മന്ത്രിസഭ പരിശോധിച്ചാൽ ഉമ്മൻചാണ്ടി ആഭ്യന്തരം ഒഴിയുന്നു, വിജിലൻസ് ആദ്യം ഒഴിയുന്നു. എന്നാൽ അതേ സമയത്ത് K കരുണാകരനും AK ആന്റണിയും ആഭ്യന്തര വകുപ്പോടുകൂടി മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിട്ടുമുണ്ട്. അപ്പോൾ സമീപകാലത്തെ ചരിത്രം പരിശോധിച്ചാൽ ഈ ആഭ്യന്തരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസാണ്. പോലീസിനെ കയ്യിലില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി VD സതീശൻ മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ വകുപ്പുകളെല്ലാം, പ്രധാന വകുപ്പുകളെല്ലാം KC-യുടെ നിയന്ത്രണത്തിലാവുകയും ഒരു മുഖ്യമന്ത്രി മാത്രമായി VD ഇരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ സുഹേൽ ചോദിച്ചതുപോലെ തുടക്കത്തിൽ തന്നെ അത് അദ്ദേഹത്തെ ഈ കയ്യും കാലും കെട്ടി നീന്താൻ വേണ്ടി കുളത്തിലേക്ക് ഇറക്കുന്ന പോലെ ഉള്ള ഒരു മുഖ്യമന്ത്രിയായി മാറും. പക്ഷേ VD സ്വാഭാവികമായും അത്തരത്തിൽ ആകാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം ഒരു നല്ല ട്രബിൾ ഷൂട്ടറാണ്. അദ്ദേഹം നല്ല രീതിയിൽ പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും ചെയ്യുന്ന ആളാണ്. പക്ഷേ എന്നാൽ ഈ വകുപ്പ് തീരുമാനത്തിൽ KC-യാണ് തീരുമാനമെടുക്കുന്നത് എന്ന് VD ഈ MLA-മാരുടെ യോഗത്തിൽ പറയുമ്പോൾ അതൊരു മെസ്സേജാണ്. കാരണം ഞാനല്ല മന്ത്രിസഭ രൂപീകരിക്കുന്നത് എന്ന ഒരു തുറന്ന സമ്മതിക്കലാണ്. ഒരുപക്ഷെ ഈ VD-യെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കാൻ വേണ്ടി വെച്ച ടേംസിൽ ഒരുപക്ഷെ KC പറഞ്ഞിട്ടുണ്ടാകണം KC ആയിരിക്കും മന്ത്രിമാരെ തീരുമാനിക്കുന്നത് എന്ന്. അത് ചിലപ്പോൾ ഹൈക്കമാൻഡ് സമ്മതിച്ചു കാണണം. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഏറ്റവും നിർണായകമായ യോഗത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തുറന്നു പറച്ചിലിന് VD സതീശൻ തയ്യാറായത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. സുഹേൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.